ആദ്യമായിട്ട് എനിക്ക് പറയുവാനുള്ളത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ആമസോണിൽ വളരെ കുറഞ്ഞ പ്രൈസിന് കണ്ടപ്പോൾ വാങ്ങിച്ചു, എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. ഇവരുടെ തന്നെ ഒരു CCTVയുടെ വീഡിയോ ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തപ്പോൾ അതിന് 1.5 ലക്ഷം വ്യൂ ലഭിച്ചിട്ടുണ്ട്. അത് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ആരംഭിക്കാം. ഈ ഒരു ക്യാമറ നിലവിലാണെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാണ് മാർക്കറ്റിൽ വരുന്നത്. അതെന്തായാലും കൊള്ളാം. ഇതൊരു 4G ക്യാമറ ആണെങ്കിലും ഞാൻ ഉപയോഗിക്കുന്നത് 4G സിം ഉപയോഗിച്ചല്ല, നമ്മൾ POE ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം. എൻ്റെ വീട്ടിലെ സകല 4G ക്യാമറയും വൈഫൈ ക്യാമറയും ഞാനിപ്പോൾ POE ഉപയോഗിച്ചാണ് പവർ സപ്ലൈയും അതുപോലെ ഇന്റർനെറ്റും ക്യാമറയ്ക്കായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ബുക്കിനകത്ത് ഈ ഒരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചും അതിൻ്റെ ആപ്പ് സെറ്റാക്കിനെ കുറിച്ചും എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് ഏതൊരു സാധാരണക്കാർക്കും വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ക്യാമറയെ വർക്ക് ചെയ്യാനായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ DC വേണം. അതിനായിട്ടുള്ള അഡാപ്റ്ററാണ് ഇത്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡാണ്. ഈ ഒരു ക്യാമറയ്ക്കാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ സ്പീക്കർ ഇരിക്കുന്നത്. നല്ല സൗണ്ടാണ് സ്പീക്കറിന്. ഇവിടെയാണ് മെമ്മറി കാർഡും സിം കാർഡും ഇടുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടിൽ വൈഫൈ മോഡം ഉണ്ടെങ്കിൽ വൈഫൈ ഇതിനകത്തേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ മോഡത്തിൽ നിന്നാണെങ്കിൽ ഒരു എതർനെറ്റ് കേബിൾ എടുത്തിട്ട് ഈ ക്യാമറയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഇന്റർനെറ്റ് കിട്ടും, ക്യാമറ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ മോഡത്തിൽ നിന്നുള്ള RJ45 കേബിൾ ഉപയോഗിച്ചിട്ട് ഇന്റർനെറ്റ് കൊടുക്കുന്നത്. ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ 4G സിം ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഉണ്ടല്ലോ, നമുക്കാണെങ്കിൽ ഈ 2 സ്ക്രൂ അഴിച്ചതിന് ശേഷമാണ് ഇതിനകത്തേക്ക് സിം കാർഡും അതുപോലെ നമ്മുടെ മെമ്മറി കാർഡും ഇട്ട് കൊടുക്കേണ്ടത്. മെമ്മറി കാർഡിലേക്കാണ് ഇതിനകത്ത് റെക്കോർഡാവുന്ന ഫയലൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്ലൗഡ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എങ്കിൽ അതിന് മാസം പൈസ കൊടുക്കണം. മെമ്മറി കാർഡിനാണെങ്കിൽ ഇപ്പോഴേ ഒടുക്കത്തെ വിലയാണ്. ആ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം. പിന്നെ എവിടെയാണ് നമ്മൾ സിം കാർഡ് ഇട്ട് കൊടുക്കേണ്ടത്? അത് നമ്മൾ എയർടെലോ അല്ലെങ്കിൽ വിയുടെ സിമ്മായിരിക്കും മിക്ക ക്യാമറയിലും വർക്ക് ആവുന്നത്. ജിയോയുടെ സിമ്മൊക്കെ വർക്ക് ചെയ്യുന്ന ക്യാമറ കുറവാണ്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 2649 രൂപയാണ്. ആ സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ ഓഫറിന് ഡീറ്റെയിൽസ് ഇട്ടായിരുന്നു. ഇപ്പോൾ പ്രൈസ് കുറച്ച് കൂടി. ഈ ഒരു POE ഉപയോഗിച്ചാണ് ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ പവർ സപ്ലൈ ഇന്റർനെറ്റും കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാട്ടോ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് സമയമെടുക്കും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പവർ സപ്ലൈ കൊടുത്തിട്ട് എതർനെറ്റ് കേബിൾ ഇവിടെ കുത്തിയിട്ടാണെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കും. POE ഇല്ലാണ്ട് തന്നെ മോഡത്തിൽ നിന്ന് ഡയറക്റ്റ് കുത്താൻ സാധിക്കും. മോഡത്തിൽ നിന്നാണെങ്കിൽ എതർനെറ്റ് കേബിൾ ക്യാമറയിലേക്ക് കൊടുക്കുമ്പോഴേ പവർ സപ്ലൈ ആയിട്ട് ക്യാമറയുടെ കൂടെ ലഭിക്കുന്ന ആ ഒരു 12 വോൾട്ടിന്റെ അഡാപ്റ്റർ കൊടുക്കണം, അത്രേ ഉള്ളൂ. ഈ കാണുന്ന 2 സ്ക്രൂ ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാമറയിലേക്ക് ഇതിന്റെ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഈ ക്യാമറയിലാണെങ്കിൽ 2K റെസൊല്യൂഷൻ ആണ്. നൈറ്റ് വിഷൻ കളർ വേണമെങ്കിൽ ആക്കാം. പിന്നെ ആണെങ്കിൽ 2-വേ ടോക്ക് ഉണ്ട്, അതായത് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. പിന്നെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ നമുക്ക് ലഭ്യമാണ്. പിന്നെ ഇതൊരു ഔട്ട്ഡോർ ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെ വേണമെങ്കിലും പുറത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേങ്കിൽ മഴ നനയാണ്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഇതേ ലുക്കിൽ തന്നെ ക്യാമറ കുറെ കാലം ഇരിക്കും. ഇതിന്റെ ഒരു പിക്ചർ ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്കാണെങ്കിൽ കളർ ഇട്ട് കഴിഞ്ഞാൽ അത്ര സുഖമൊന്നുമില്ല. പിന്നെ ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ നല്ല പക്കയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സൗണ്ടൊക്കെ ആണെങ്കിൽ നല്ല അപാരമാണ്.